അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. സഫ്വാൻ എന്ന പൊന്നുമോൻ, പ്രിയമുള്ളവരെ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട പൊന്നുമോൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിളിക്ക് ഉത്തരം പറയേണ്ട. തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു, മാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല മനുഷ്യൻ എവിടെ എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന്. എന്നും നാം മരണത്തിന് ഒരുങ്ങിയിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സഫ്വാൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അപകടമുണ്ടാവുകയും ആ അപകടത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അവിടെ സുഖപ്പെട്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയ വളരെ ദുഃഖകരമായ വാർത്ത. ഒരു നാടിനെ തന്നെ വേദനയിൽ ഉൾപ്പെടുത്തിയ ആ കുടുംബത്തിന് തന്നെ താങ്ങാൻ പറ്റാത്ത. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്, ഒരാൾക്കും അറിയില്ല മനുഷ്യൻ എവിടെ എങ്ങനെ. നാം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് മയ്യത്താണോ, അല്ലെ നമ്മുടെ പുടവയിൽ പൊതിഞ്ഞാണോ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരാൾക്കും അറിയില്ല. എന്നും നാം മരണത്തിന് തയ്യാറായിരിക്കണം. പ്രത്യേകിച്ച് പൊന്നുമോൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി നാം ഒക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ചെറുപ്പക്കാരനാണ് സഫ്വാൻ എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ ഈ ഒരു ദുഃഖവാർത്ത, സഹിക്കാൻ പറ്റാത്ത വാർത്ത കേട്ടപ്പോൾ വലിയ സങ്കടമായി. നമുക്കൊക്കെ അറിയുന്ന നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത ഈ സഫ്വാൻ എന്ന പ്രിയപ്പെട്ട മകൻ അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാകട്ടെ. പ്രത്യേകിച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് ഇത് താങ്ങാനും സഹിക്കാനും ക്ഷമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു എല്ലാവരും കാക്കട്ടെ. ഇങ്ങനെയുള്ള മരണത്തിന് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ്. അല്ലാഹു ഷഹീദിൻ്റെ പ്രതിഫലം സഫ്വാൻ അല്ലാഹു നൽകട്ടെ. ആ കുടുംബത്തിന് ഈ ഒരു പരീക്ഷണത്തിന് ഇത് അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്. ഇതിന് നാം ക്ഷമിച്ചാൽ സ്വർഗമാണ് പ്രതിഫലം. അല്ലാഹു അവർക്കിതിൽ ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.